നമ്മുടെ ആധുനിക ജീവിതവും നമ്മുടെ കരളും നമ്മുടെ കരൾ രൂപകൽപ്പന ചെയ്തത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ നേച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയാണ്. എന്നും നല്ല ശാരീരികമായിട്ടുള്ള പ്രവൃത്തികൾ ഉള്ള ഒരു ശരീരത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. നല്ല ഉറക്കമുള്ളൊരു ശരീരത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. ഇടവിട്ട ഉപവാസങ്ങൾ നടത്തി ഇടയ്ക്കിടയ്ക്കൊന്ന് ഫാസ്റ്റിംഗ് എടുക്കുന്ന ശരീരത്തിന് വേണ്ടിയാണ്. പഞ്ചസാര കുറഞ്ഞ ഒരവസ്ഥയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ കരയിൽ രൂപകൽപ്പന ചെയ്തത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി ആകെ മാറി മറിഞ്ഞ് കുളമായിരിക്കാൻ. ഇപ്പോൾ നമ്മളെ കരൾ നേരിടുന്ന വെല്ലുവിളി എന്താണ്? നേച്ചുറൽ ഭക്ഷണത്തിന് പകരം നമ്മൾ കഴിക്കുന്നത് എന്താണ്? പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇടവിട്ട ഉപവാസമാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ ഇപ്പോൾ ഇടവിട്ടില്ലാത്ത ഭക്ഷണമാണ് കിട്ടുന്നത്. അധികം പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഉള്ളോട്ട് ചെല്ലുന്നത്. 8 മുതൽ 12 മണി വരെയുള്ള കുത്തിയിരിക്കലാണ്. സ്ഥിരമായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളാണ്. ഉറക്കക്കുറവാണ്. ഇതൊക്കെയാണ് നമ്മുടെ കരൾ നേരിടുന്ന ഭീഷണികൾ. നമ്മുടെ കരൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പൂർവികൾ അതേ കരളാണ്. പുതിയ ലോകത്തിൽ ഇത് കുടുങ്ങി ആകെ ഇങ്ങനെ അസ്വസ്ഥയായിരിക്കുക. കരളിൻ്റെ ഈ ആധുനിക കാലത്തിലെ 5 ശത്രുക്കളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യത്തെ ശത്രു എന്താണ്? പഞ്ചസാരയുടെ അമിതമായിട്ടുള്ള ഉപയോഗം. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ പഞ്ചസാര വളരെ പ്രത്യേക അവസരങ്ങളിൽ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ. നമ്മൾ ചായ കുടിക്കുമ്പോൾ അതിൽ കാപ്പി, ജ്യൂസ്, കൊക്കക്കോള, ബേക്കറി, അധികമായിട്ടുള്ള ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കരളിലേക്ക് എത്തിയിട്ട് അത് കൊഴുപ്പായിട്ട് മാറുകയാണ് ചെയ്യുക. രണ്ടാമത്തെ ശത്രു എന്താണ്? ഇടവിടില്ലാത്ത ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അതിൻ്റെ ഇടയിൽ പോയിട്ട് ഒരു സ്നാക്ക് കഴിച്ചു, അത് കഴിഞ്ഞ് ഒരു ലഞ്ച് കഴിച്ച്, അത് കഴിഞ്ഞ് പിന്നെ ഒരു ചായ, പിന്നെ ഒരു സ്നാക്ക്, പിന്നെ ഒരു ഡിന്നർ, പിന്നെ ഭക്ഷണം വളരെ സമയം വൈകി കഴിക്കുക. ഇങ്ങനെ ഓരോ സമയം കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. ഉയർന്ന ഇൻസുലിൻ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എന്താവും? നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് ഇങ്ങനെ സംഭരിച്ചുകൊണ്ടിരിക്കും. കരളിന് ഒരു വിശ്രമവുമില്ല. പിന്നെ മൂന്നാമത്തെ ഒരു ശത്രു ആരാണ്? ദീർഘസമയം ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുക. മസിലുകൾ പഞ്ചസാര ഉപയോഗപ്പെടുത്തൂല. അത് കൊഴുപ്പായിട്ട് അങ്ങ് മാറും. വയറിലെ കൊഴുപ്പ് കരളിൻ്റെ അണുബാധയിലേക്ക് തള്ളപ്പെടും. ഇരിക്കൽ ഈസിക്വൽ ടു പുതിയ കാലത്തെ പുകവലിയാണ്. പിന്നെ ഉള്ളൊരു ശത്രു അത് ഉറക്കക്കുറവാണ്. 6 മണിക്കൂറിൽ താഴെയാണ് ഉറക്കം കിട്ടുന്നെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്താവും? കോർട്ടിസോളിൻ്റെ അളവ് കൂടും, വിശപ്പ് ഹോർമോൺസിൻ്റെ അളവ് ഉയരും, പഞ്ചസാര കഴിക്കാനുള്ള ആഗ്രഹം വർദ്ധിക്കും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും. രാത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ കരളിൻ്റെ റിപ്പയർ സമയമാണ്. 1 മണി വരെ മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങളെ കരളിൻ്റെ റിപ്പയർ ടൈം ഷിഫ്റ്റ് റദ്ദായി എന്നർത്ഥം. പിന്നെ ഒരു ശത്രു ആരാണ്? സ്ഥിരമായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾ. സമ്മർദ്ദ ഹോർമോൺ ഏതാണ്? അത് കോർട്ടിസോളാണ്. ഇത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അങ്ങോട്ട് ഉയർത്തും. കൂടുതൽ പഞ്ചസാര കഴിക്കുമ്പോൾ കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും, അത് കൂടുതൽ കൊഴുപ്പായിട്ട് ശേഖരിക്കും. നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഒരു സാധാരണ ഭക്ഷണ രീതി ഒന്ന് നോക്കാം. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് എന്തായാലും ഒരു പഞ്ചസാരയുടെ ചായ കിട്ടണം. ഉച്ചക്ക് നല്ല ഒരു ബവളിൽ നിറയെ നല്ല അരിക്കഞ്ഞി, അല്ലെ വലിയ ചോറ്, അല്ലേ? നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് ചോറ് ഇങ്ങോട്ട് കുറേ കഴിക്കും. പിന്നെ ഉച്ചക്ക് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 10 മണിക്കൊരു ബിസ്ക്കറ്റ്, വൈകുന്നേരം ചായയും കുറച്ച് സ്നാക്കും, രാത്രി നല്ല കനം കൂടിയൊരു ഭക്ഷണം. നടക്കലാണെങ്കിൽ കുറവ്, ഇരിക്കലാണെങ്കിൽ കൂടുതൽ. ഇതാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ. നമ്മുടെ കരൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രഷർ കുക്കർ പോലെയാണ്. ചെറിയ തീയിൽ അത് പ്രശ്നമില്ല, പലപ്പോഴും വലിയ തീയിൽ വെച്ചാൽ പൊട്ടിത്തെറിക്കും. ആധുനിക ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീ ഉയർത്തി നിൽക്കുന്നൊരു സംഭവങ്ങളാണ്. പലപ്പോഴും നമ്മൾ ഇങ്ങനെ അമിതവണ്ണവും പൊണ്ണത്തടിയും ഒക്കെ ഫാറ്റ് ലിവറൊക്കെ ആയിരുന്നു നമ്മൾ കുറ്റപ്പെടുത്തും. നമ്മുടെ ജീൻ്റെ പ്രശ്നമാണ്. വയസ്സായില്ലേ, തൈറോയ്ഡ് ഉണ്ട്.
പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ സോഫിയേക്കാൾ കൂടുതലായി നമ്മൾ ഇരിക്കുന്നു, റിമോട്ടിനേക്കാൾ കുറച്ച് മാത്രമേ നമ്മൾ നടക്കുന്നുള്ളൂ. ഇന്ന് ഫാറ്റി ലിവറുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന കുറച്ച് ലളിതമായ ശാസ്ത്രീയ സത്യങ്ങൾ പറയാം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. വയറിലെ കൊഴുപ്പ്, ഉയർന്ന ഇൻസുലിൻ, സ്ഥിരമായിട്ടുള്ള നീർവീക്കം, ഇതൊരു കരൾ രോഗം മാത്രമല്ല, അതൊരു മെറ്റബോളിക് രോഗം കൂടിയാണ്. ഇത്തരം വലിയൊരു അപകടാവസ്ഥയിൽ നിന്ന് മോചിതരാവാൻ നമ്മൾ പരിശ്രമിച്ചേ പറ്റുള്ളൂ. നമുക്ക് കുറച്ച് കടുത്ത തീരുമാനങ്ങൾ എടുത്താലോ? ഇന്ന് തൊട്ട് 7 ദിവസം ഞാൻ ചായയിൽ പഞ്ചസാരയെ ഇടില്ല. 7000 തൊട്ട് 10000 സ്റ്റെപ്പുകൾ ഞാൻ നടക്കും. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഞാൻ ഭക്ഷണം നിർത്തും. 7 മണിക്കൂർ ഞാൻ ഉറങ്ങും. ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണത്തിൽ ഒരു 50% പച്ചക്കറി ഉപയോഗിക്കും. ചെറിയ ചെറിയ മാറ്റങ്ങൾ, വലിയ വലിയ ഫലങ്ങൾ. ഇനി ചെറിയൊരു അസൈൻമെൻറ്റ് ഞാൻ എഴുതി, അതവിടെ എഴുതി വെക്കാം കേട്ടോ. ഇന്നലെ എപ്പോഴാണ് നിങ്ങൾ ഉറങ്ങിയത്? ദിവസം നിങ്ങൾ എത്ര മണിക്കൂർ ഇരിക്കുന്നു? എത്ര കപ്പ് ചായ കുടിക്കുന്നു? 30 മിനിറ്റ് നിങ്ങൾ നടന്നത് അവസാനമായി എപ്പോഴാണ്? ആധുനിക പ്രശ്നങ്ങൾക്ക് നമുക്ക് ബോധപൂർവമായിട്ടുള്ള പരിഹാരം വേണം. ഒക്കെ പോസിബിളാണ്.